ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്ന് ആക്ച്വലി നമ്മുടെ ബുക്ക് ഓഫ് ആൻസേഴ്സിന് ഞാൻ ആൻസേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഉള്ള ക്വസ്റ്റ്യന് നമുക്ക് ഉത്തരങ്ങൾ നോക്കാം. ഓക്കെ, യൂണിവേഴ്സ് എന്താണ് ഒരു ആൻസർ തരുന്നത് എന്ന് നോക്കാം. മനസ്സിൽ ഇതിപ്പോൾ ഒരു 2 ക്വസ്റ്റ്യനെങ്കിലും ഞാൻ എടുക്കും. 2 ക്വസ്റ്റ്യനായിട്ട് നിങ്ങളുടെ മനസ്സിൽ കരുതിക്കോളൂ. ഇപ്പം ആദ്യം ഒരു ക്വസ്റ്റ്യൻ, ഒരു ചോദ്യം, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഡൗട്ട്, ഒരു കാര്യം, അത് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാം. ഓക്കെ, അതിന് ഞാൻ ബുക്ക് ഓഫ് ആൻസേഴ്സിനും എടുക്കാം ആൻഡ് ഡെക്കെന്നും എടുക്കാം. ഓക്കെ, മൂണോളജി ഡെക്കാണിത്. മൂണിൻ്റെ ആൻസേഴ്സ് നമുക്ക് കിട്ടുന്നതും നോക്കാം. ഓക്കെ, സോ ആദ്യം കണ്ണടച്ച് നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ കൊണ്ടുവന്നോളൂ, മനസ്സിലേക്ക് കൊണ്ടുവരൂ. അതിനെ തന്നെ റിപ്പീറ്റ് ചെയ്യൂ കുറച്ച് തവണ. ആ ക്വസ്റ്റ്യൻ, ഒരു കാര്യം നിങ്ങൾക്ക് അറിയണം, അതിൻ്റെ ആൻസർ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തായിരിക്കും കാര്യങ്ങൾ, എന്തെങ്കിലും അറിയണം എന്നുള്ളത്, അതിനെക്കുറിച്ച് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, ഞാൻ എടുക്കാം. വേണമെങ്കിൽ പോസ് ചെയ്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് ഉറപ്പിച്ചോളൂ. അതിന് ശേഷം വീഡിയോ കണ്ടാൽ മതി. ഓക്കെ, ഞാൻ നോക്കാൻ തുടങ്ങുകയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വ്യൂവേഴ്സിൻ്റെ മനസ്സിലുള്ള ആദ്യത്തെ ക്വസ്റ്റ്യന് ഒരു ഉത്തരം എന്താ വരുന്നത്? യു നോ ബെറ്റർ നൗ ദാൻ എവർ ബിഫോർ. ഓക്കെ, സി, നിങ്ങൾ എന്ത് കാര്യം ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഓക്കെ, എന്ത് കാര്യത്തിനെ കുറിച്ചാണോ നിങ്ങൾ ചോദിക്കുന്നത്, ആ കാര്യത്തിൽ ആക്ച്വലി ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് അറിയാം. ഓക്കെ, അതായത് മുൻപ് നിങ്ങളിത് ട്രൈ ചെയ്തിട്ടുണ്ടാവാം, ഇതേ കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവാം, ചെയ്തിട്ടുണ്ടാവാം, ശ്രമിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതിൽ ആ സമയത്ത് മേ ബി നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഉണ്ടാവില്ല ആ കാര്യത്തിനെ കുറിച്ച്. ഓക്കെ, അല്ലെങ്കിൽ വേറെ ചില സിറ്റുവേഷൻസിനെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ടൊരു നോളജ് ഉണ്ടായിരുന്നു വരില്ല. ഇപ്പോൾ പക്ഷെ നിങ്ങൾക്ക് മേ ബി നമ്മൾ പറയില്ലേ, ശ്രമിച്ച് നമ്മൾ അതിൽ കുറേ കൂടി പഠിക്കും എന്ന് പറയില്ലേ, ചിലപ്പോൾ അങ്ങനെയായിരിക്കാം. ഓക്കെ, ഇപ്പോൾ ഐ തിങ്ക് പക്ഷെ നിങ്ങൾക്ക് കുറേ കൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. ഓക്കെ, ആൻഡ് ഇനി എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസിഷനോ കാര്യങ്ങളോ ഇനി നിങ്ങൾക്ക് വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്താണ് കറക്റ്റ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിയാം. ബിക്കോസ് ഇപ്പോൾ നിങ്ങളത് മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ആ കാര്യത്തിനെക്കുറിച്ച്, അതിൻ്റെ ചെയ്യേണ്ട സ്റ്റെപ്സിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ കുറിച്ചാണെങ്കിലും നിങ്ങളിപ്പോൾ നല്ലോണം മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി ധൈര്യത്തിൽ മുന്നോട്ട് പൊയ്ക്കോളൂ എന്ന രീതിക്കാണ്. നിങ്ങൾ ഇനി ടെൻഷൻ അടിക്കേണ്ട, ധൈര്യത്തിൽ മുന്നോട്ട് പൊയ്ക്കോ. ബിക്കോസ് ഇപ്പോൾ യു ആർ റെഡി എന്ന് പറഞ്ഞ പോലെയാണ്. യു ആർ റെഡി ടു ഫേസ് ദ ചാലഞ്ച്, യു ആർ റെഡി ടു ഫേസ് ദ തിങ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യത്തിനായാലും നിങ്ങളിപ്പോൾ തയ്യാറാണ്. ഓക്കെ, അതിന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങൾക്ക് അറിവ് അതിൻ്റെ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കുന്നുണ്ട്. സോ ഇനി നിങ്ങൾ ശ്രമിച്ചാൽ അത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇനി എന്തെങ്കിലും അബദ്ധം പറ്റിയാൽ കൂടി, ഓക്കെ, അതും നിങ്ങൾ മനസ്സിലാക്കുക ദറ്റ് ഇനിയും അതിൽ നിന്ന് നിങ്ങൾ കൂടുതൽ പഠിച്ച് ഇനിയും ബെറ്റർ ആവുകയുള്ളൂ. സോ ഒരിക്കലും ഇനി നിങ്ങൾക്ക് മടിച്ച് നിൽക്കണ്ട എന്നൊരു അഡ്വൈസാണ് എനിക്ക് വരുന്നത്. ശ്രമിക്കൂ. ഓക്കെ, ശ്രമിക്കാൻ തയ്യാറായിക്കോളൂ. നിങ്ങൾക്ക് ആ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒരു സക്സസ് വരാനോ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം നടന്നു കിട്ടും എന്ന രീതിക്ക് ഉള്ള ഒരു സൈനാണ് യൂണിവേഴ്സ് എന്ന് വരുന്നത്. നമ്മൾ പറയില്ലേ, എപ്പോഴും ആദ്യം നമ്മൾ ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അത്ര ഒരു ഐഡിയ ഉണ്ടാവില്ല, അല്ലേ? പക്ഷെ വീണ്ടും ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിനെ കുറേ കൂടി മനസ്സിലാക്കി വരും എന്ന രീതിക്ക് പറയാം. ഇപ്പം നിങ്ങൾ തയ്യാറാണ് എന്നാണ് കിട്ടിയത്. ഒരു പേജ് കൂടി എടുത്തേക്കാം. ഓക്കെ, പ്രസ് ഫോർ ക്ലോഷർ. ഓക്കെ, നിങ്ങളൊരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പേഴ്സണുമായിട്ട്, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്കൊരു ക്ലോഷർ കിട്ടാനുള്ള ഒരു സമയമായി. ഓക്കെ, അത് നിങ്ങൾ ചോദിക്കുന്നതിൽ മടിക്കണ്ട എന്ന രീതിക്കാണ് പറയുന്നത്. ക്ലോഷർ എന്ന് പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ, അതായത് അവസാനിപ്പിക്കാൻ ഉള്ള സമയം എന്ന രീതിക്കാണ്. ഓക്കെ, അതിപ്പോൾ ഒരു ബന്ധം അവസാനിച്ചു പോവുക അങ്ങനെ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ജോലി അതിൽ നിന്ന് വിട്ടുപോവുക അങ്ങനെ മാത്രമല്ല. ഓക്കെ, നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയില്ലേ, ഒരു സംസാരിച്ച് അതിനൊരു തീർപ്പ് എടുക്കുക, അല്ലെങ്കിൽ ഒരു ചില പ്രശ്നങ്ങൾ, നമ്മൾ ആരോടെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി സംസാരിച്ച് അവിടെ ഒരു
ക്ലാരിറ്റി കൊണ്ടുവരിക, അല്ലെങ്കിൽ അവിടെ ഒരു ആ സിറ്റുവേഷനെ പിന്നെ നമുക്ക് അതിന് ശേഷം ലെറ്റ് ഗോ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു ക്ലോഷറിനുള്ള സമയമായി എന്നാണ് പറയുന്നത്. ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത്, അതിനെ ഇനി ലെറ്റ് ഗോ ചെയ്യാനുള്ള സമയമായി, ഒരു ക്ലോഷറിനുള്ള സമയമായി. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും സംസാരിക്കൂ, അല്ലെങ്കിൽ അതിനുവേണ്ടി ആരോടെങ്കിലും, നമ്മൾ പറയില്ല, ആരോടെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടാവാം, പറയാനുണ്ടാവാം, അതിന് മടിക്കണ്ട, ഇനി പറഞ്ഞോളൂ, ചെയ്തോളൂ എന്ന രീതിക്കാണ്. ഓക്കെ, എന്തായാലും ഇവിടെ ഒരു ക്ലോഷറിൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു കുഴപ്പിച്ച് കിടക്കുന്ന ഒരു കാര്യം ഉണ്ടാവുമല്ലോ, കൺഫ്യൂഷനിൽ കിടന്ന കാര്യം, ഇനി അത് ക്ലിയർ ആവാൻ പോകുന്നു എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആരോടെങ്കിലും സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ആക്കാനും, എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലോ ഒക്കെ പറഞ്ഞ് അവിടെ ഒന്നുമില്ലെങ്കിൽ അത് സോൾവ് ആവും, അല്ലെങ്കിൽ അതിന് അറ്റ്ലീസ്റ്റ് നമ്മൾ പറയില്ലേ, ഇനി അതിനെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരില്ല എന്ന രീതിക്ക് അതിനെ സംസാരിച്ച് അതങ്ങോട്ട് പിന്നെ വിട്ട് കളയാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, ജെൻറ്റിൽ പെർസിസ്റ്റൻസ് വിൽ പേ ഓഫ്. അഗെയിൻ ആൻഡ് അഗെയിൻ സെയിം തിങ് ആണ് വരുന്നത്. നിങ്ങളോട് എന്തോ ഒരു കാര്യം ചെയ്യാനാണ് പറയുന്നത്, നിങ്ങളോട് എന്തോ ഒരു കാര്യം ശ്രമിക്കാൻ അല്ലെങ്കിൽ പറയാൻ അല്ലെങ്കിൽ ചെയ്യാനാണ് ഇവിടെ പറയുന്നത്. വീണ്ടും വീണ്ടും ശ്രമിക്കൂ, ചെയ്തുകൊണ്ടിരിക്കൂ എന്ന രീതിക്കാണ് ജെൻറ്റിൽ പെർസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് അതിൽ നിങ്ങൾ വിടാതെ എന്താ പറയുക, പരിശ്രമിച്ചു കൊണ്ടിരിക്കാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന കാര്യമായാലും ശരി, നിങ്ങളതിനെ വിടാതെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. സ്ലോലി, നമ്മൾ പറയില്ലേ, കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും നിങ്ങളതിൻ്റെ പുറകെ ചെയ്തുകൊണ്ടിരിക്കുക എന്ന രീതിക്കാണ്. ഈവൻ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിനായാലും, ക്ലോഷറിൻ്റെ കാര്യത്തിലായാലും ശരി, നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനായാലും ശരി, ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളതിൻ്റെ വേണ്ട എഫേർട്ട് ചെയ്തുകൊണ്ടിരിക്കാനാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് അതിൻ്റെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ തീർച്ചയായിട്ടും അതിനൊരു റിസൾട്ട് വരും എന്ന രീതിക്കാണ്. ഓക്കെ, നിങ്ങൾക്ക് നമുക്ക് ഡെക്ക് കൂടി നോക്കാം. ഓക്കെ, ലുക്ക് അറ്റ് ദ ബിഗർ പിക്ചർ. And it's time to take action. Adjustments are required. Your hard work is paying off. വീണ്ടും പറയുന്നുണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ജെൻറ്റിൽ പെർസിസ്റ്റൻസ് വിൽ പേ ഓഫ് എന്ന് പറഞ്ഞു, ഹാർഡ് വർക്ക് വിൽ പേ ഓഫ് എന്ന് പറഞ്ഞു. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇടുന്ന എഫേർട്ട്, ഓക്കെ, അതിനിട്ട എഫേർട്ട് തീർച്ചയായിട്ടും അതിനൊരു നല്ല റിസൾട്ട് കിട്ടും എന്നാണ് പറയുന്നത്. ആൻഡ് ഇവിടെ ലുക്ക് അറ്റ് ദ ബിഗർ പിക്ചർ എന്ന് പറയുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് പറയുന്നത്. അഗൈൻ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ നിങ്ങൾ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ലോണം വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വശങ്ങളും നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന രീതിക്കാണ്. ആൻഡ് ഇവിടെ ഇറ്റ്സ് ടൈം ടു ടേക്ക് ആക്ഷൻ എന്നും പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെയിം തിങ് ഐ തിങ്ക് വരുന്നുണ്ട്. നിങ്ങളിനി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനുവേണ്ടി ഒന്ന് സ്റ്റാൻഡ് എടുത്തോളൂ, അതിനുവേണ്ടി ശ്രമിക്കൂ എന്ന രീതിക്കാണ്. ഓക്കെ, ഒരു ആക്ഷൻ എടുക്കാനുള്ള സമയമായി. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി ആക്ഷൻ എടുത്തോളൂ എന്നാണ്. ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റിക്വയർഡ് എന്ന് പറയുന്നുണ്ട്. സോ മേ ബി അഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലോഷർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു കോംപ്രമൈസ് ചെയ്യാനുള്ള സാധ്യതയായിരിക്കാം. എന്തെങ്കിലും ഒരു കാര്യത്തിൽ ലേശം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം എന്ന രീതിക്കായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ പറ്റുന്നവിടെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലാത്തവിടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പറ്റില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെറ്റ് ഗോ ചെയ്യേണ്ട സമയമായിരിക്കാം. ഓക്കെ, എന്തെങ്കിലും വിട്ട് കളയേണ്ട സമയമായിരിക്കാം. ബട്ട് ഐ തിങ്ക് മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ക്ലിയറായി പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ എല്ലാം കണ്ട് മനസ്സിലാക്കി നിങ്ങൾ അതിന് വേണ്ടി പ്രവർത്തിക്കുക. ആൻഡ് അതിന് നിങ്ങൾ ചെയ്യുന്ന വർക്ക് എന്ത് കാര്യത്തിലായാലും ശരി, നിങ്ങളിടുന്ന എഫേർട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കൊണ്ടുവരും എന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഇവിടെ നിങ്ങളൊരു ബന്ധങ്ങളുടെ കാര്യമായാലും ശരി, എനിക്ക് കൂടുതലും അങ്ങനെയാണ് ഫീൽ ചെയ്ത്. ആരോടെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് ജോലിയുടെ വർക്കിൻ്റെ അങ്ങനത്തെ കാര്യങ്ങളിലും ഇത് മേ ബി മാച്ച് ആവാം. ഓക്കെ, ശരി, ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ പോലെ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾ ആലോചിച്ചോളൂ, അതിന് ശേഷം പറയാം. ഓക്കെ, രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ കയ്യിലൊരു ഗൈഡൻസ് പോലെ യൂണിവേഴ്സ് എന്താ പറയുന്നത്, നിങ്ങളുടെ ആൻസർ എന്താ പറയുന്നത്, നിങ്ങളുടെ മനസ്സിലൊരു ക്വസ്റ്റ്യൻ, അതിന് പ്രൊസീഡ് അറ്റ് എ മോർ റിലാക്സ്ഡ് പേസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, മേ ബി നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒരല്പം
സ്ലോ ആയിട്ട് മുന്നോട്ട് പോകും എന്ന രീതിക്കാണ്. ഫാസ്റ്റായിട്ട് ആക്ഷൻ എടുക്കണ്ട, ഫാസ്റ്റായിട്ട് എന്തെങ്കിലും ചെയ്യാം, പെട്ടെന്ന് എടുത്ത് ചാടി ഒന്നും ചെയ്യേണ്ട, കുറച്ചൊന്ന് റിലാക്സ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ബട്ട് ഗിവ് അപ്പ് ചെയ്യാനല്ല പറയുന്നത്, പക്ഷെ മെല്ലെ നമ്മൾ പറയില്ല, ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ഒന്ന് സ്ലോ ആയിട്ട് മുന്നോട്ട് പോകാനോ ആണ് പറയുന്നത്, എന്ത് കാര്യത്തിലായാലും. ഓക്കെ, വൺ മോർ. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആ പേജ് പോയി അല്ലേ. പ്രൊസീഡ് അറ്റ് എ മോർ റിലാക്സ്ഡ് പേസ്. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഓക്കെ, മേ ബി നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയും എടുക്കാം നമുക്ക്, ദറ്റ് സമയം വേസ്റ്റ് ചെയ്യരുത് എന്ന രീതിക്കുമായിരിക്കാം. അതിനെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ചെയ്യണം കാര്യങ്ങൾ. ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫാസ്റ്റായിട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആവില്ല. ഓക്കെ, അവിടെ തെറ്റ് പറ്റാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ട് ഫാസ്റ്റായിട്ടൊക്കെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ശരിക്കും ആ ചെയ്യുന്ന കാര്യം പോലും വേസ്റ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് അതും നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യുന്ന പോലെയാണ് അല്ലേ. ബട്ട് നിങ്ങൾ ഒരു കാര്യത്തിൽ ഫോക്കസ് കൊടുത്ത് മെല്ലെ നിങ്ങൾ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ, സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കാര്യങ്ങൾ സ്ലോ ആയിട്ടായാലും ചെയ്ത് കഴിഞ്ഞാൽ മേ ബി അത് കുറേ കൂടി പ്രൊഡക്റ്റീവാണ് എന്ന രീതിക്കായിരിക്കാം, അത് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആയിരിക്കും എന്ന രീതിക്കുമായിരിക്കാം. ഓക്കെ, രണ്ട് തരത്തിലും എനിക്ക് ഫീൽ ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചില കാര്യത്തിൽ സമയം കളയണ്ട എന്നും ആയിരിക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും അനാവശ്യമായ നിങ്ങൾ ശ്രദ്ധ ഒരു കാര്യത്തിലേക്ക് കൊടുക്കുക, വേറെ ചില കാര്യങ്ങളിൽ നിങ്ങൾ സമയം പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യുക. ഓക്കെ, വൺ മോർ. ഇറ്റ് ഈസ് സംതിങ് യു വോണ്ട് ഫൊഗെറ്റ്. ഓക്കെ, നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിന് നിങ്ങൾക്ക് വരുന്ന റിസൾട്ട്, ഓക്കെ, നിങ്ങൾ ഒരിക്കലും മറക്കാത്ത രീതിയിൽ അത്ര ഒരു നല്ല ഒരു റിസൾട്ട് വരും എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നിങ്ങൾ ഒരിക്കലും മറക്കില്ല, അത്രയ്ക്ക് എന്തോ ഒരു നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറം ചിലപ്പോൾ എന്തോ ഒരു വളരെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് സംഭവിക്കുമായിരിക്കും. ആൻഡ് അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മറക്കില്ല എന്ന് പറയില്ലേ, ആ എക്സ്പീരിയൻസ് മറക്കില്ല എന്നായിരിക്കാം, അല്ലെങ്കിൽ ആ ചെയ്ത കാര്യത്തിൻ്റെ ഒരു ഫലം കിട്ടുന്നത് നിങ്ങൾക്ക് അത്രയും സന്തോഷം കൊണ്ടുവരും എന്ന രീതിക്കായിരിക്കാം. സംതിങ് യു വോണ്ട് ഫൊർഗെറ്റ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളതൊരിക്കലും ജീവിതത്തിൽ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കില്ല, അത്രയും നിങ്ങൾക്ക് നല്ല ഒരു എന്തെങ്കിലും ഒരു ഗുണമുള്ള ഒരു കാര്യം വരും എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ, എന്ത് കാര്യമാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ആ കാര്യത്തിൽ നിങ്ങളോട് പറയുന്നത് മെല്ലെ ചെയ്തു യുനോ സ്ലോ ആയിട്ട് ചെയ്യുക, സ്റ്റഡി ആയിട്ട് ചെയ്യുക, ആൻഡ് കുറച്ച് സൂക്ഷിച്ച് ചെയ്യുക എന്ന രീതിക്കാണ്. ആൻഡ് അത് മാത്രമല്ല, വേണ്ടാത്ത കാര്യങ്ങളിൽ നിങ്ങൾ വെറുതെ സമയം കളയരുത് എന്ന രീതിക്കും ഉണ്ട്. ആൻഡ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾ എന്താണോ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു നിങ്ങൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല അതിൻ്റെ ഒരു റിസൾട്ട്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല. ഓക്കെ, അത്രയും നല്ലൊരു കാര്യം വരുന്ന പോലെയാണ്. ആൻഡ് ഓക്കെ, നമുക്ക് കാർഡ്സിന് കൂടി എടുത്തേക്കാം. ഓക്കെ, ഹോൾഡ് യുവർ വിഷൻ. And the energy is gaining momentum. Okay, your commitment is being tested. Very good. The answers you need are coming. ഓക്കെ, സോ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ആ ആൻസർ ഐ തിങ്ക് അതാണ് നിങ്ങൾ എന്താ പറയുക, ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. സോ അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുമെന്ന. ഓക്കെ, ഹോൾഡ് യുവർ വിഷൻ എന്ന് പറയുന്നത്, ഹോൾഡ് യുവർ വിഷൻ എന്ന് പറയുമ്പോൾ അതായത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അതിലേക്ക് നിങ്ങൾ ഫുൾ ഫോക്കസ് കൊടുക്കുക. നിങ്ങളുടെ ഫുൾ ഒരു അറ്റൻഷൻ മുഴുവൻ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിലേക്ക് കൊടുക്കുക. ആൻഡ് നേരത്തെ പറഞ്ഞിരുന്നു ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം എന്ന്. സോ നിങ്ങളുടെ ഒരു ഫോക്കസ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വേറെ കാര്യങ്ങൾ നിങ്ങളുടെ അറ്റൻഷൻ വലിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതിരിക്കുക. അത് നിങ്ങളുടെ സമയം കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ സമയം പോകരുത്, സമയം കളയരുതയിൽ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിൽ ഫോക്കസ് വെച്ച് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അത് ആദ്യം നിങ്ങൾ തീരുമാനിക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. ആൻഡ് ആ ഗോള് മുമ്പിൽ കണ്ടുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ദ എനർജി ഈസ് ഗെയിനിങ് മൊമെൻറ്റം. സോ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നാൽ ഓക്കെ, അത് ആക്ച്വലി നിങ്ങളുടെ എനർജി നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ മുന്നോട്ട് ഫാസ്റ്റായിട്ട് നീങ്ങാൻ തുടങ്ങുന്നുണ്ട്, മാറ്റങ്ങൾ വരാൻ തുടങ്ങുന്നുണ്ട്. സോ ഇപ്പോഴത്തെ ചില സമയത്ത് എന്താവും എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങൾ ചിലപ്പോൾ ഒന്നിച്ച് കയറി വരും. ഓക്കെ, അപ്പം നിങ്ങളോട് അതാ പറഞ്ഞ അറ്റൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതെ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അതിലേക്ക് മാത്രം നിങ്ങളെ ശ്രദ്ധ വയ്ക്കുക. ഓക്കെ, കാര്യങ്ങൾ ഇനി ഫാസ്റ്റായിട്ട് ചിലപ്പോൾ മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുമ്പോഴും നിങ്ങളുടെ കോൺസെൻട്രേഷൻ ആവശ്യമാണ്, നിങ്ങളുടെ ഒരു ഡിറ്റർമിനേഷൻ ആവശ്യമാണ്, ഒരു ഫോക്കസ് ആവശ്യമാണ്.
ഓക്കെ, ആ ഫോക്കസ് വെച്ച് നിങ്ങൾ ചെയ്യാം. കാര്യങ്ങൾ മുന്നോട്ട് ഫാസ്റ്റായിട്ട് നടക്കാൻ തുടങ്ങും. ഓക്കെ, ആൻഡ് യുവർ കമ്മിറ്റ്മെൻറ്റ് ഈസ് ബീങ് ടെസ്റ്റഡ്. സോ നിങ്ങളുടെ ചില സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വേണം വെച്ച് ഡിസ്ട്രാക്ട് ചെയ്യാൻ ചില ടെസ്റ്റ് വരും അല്ലേ. നിങ്ങളൊരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകുമ്പോൾ മറ്റ് ചില കാര്യങ്ങൾ നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാൻ ശ്രമിക്കും. അത് നിങ്ങളുടെ ഒരു ടെസ്റ്റായിട്ട് കണക്കാക്കാം. യൂണിവേഴ്സ് നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് ടെസ്റ്റ് ചെയ്യുന്ന പോലെയാണ്. നിങ്ങൾക്ക് ശരിക്കും എന്താ ഇത് വേണോ, നിങ്ങളതിന് വേണ്ടി പ്രവർത്തിക്കുമോ, നിങ്ങളതിന് വേണ്ടി ശ്രമിക്കുമോ, നിങ്ങളതിന് വേണ്ടി ഫുൾ എഫേർട്ട് കൊടുക്കുമോ, അതോ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നിങ്ങൾ വിടുമോ എന്ന രീതിക്കൊക്കെ ചില ടെസ്റ്റ് വരും. ഓക്കെ, ആ കമ്മിറ്റ്മെൻറ്റിനെ ടെസ്റ്റ് ചെയ്യാൻ വരുന്ന പോലെ ഉണ്ട് ഇവിടെ. സോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് തീരുമാനിക്കുക, അതിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കുക. വേറെ കാര്യങ്ങൾ ഡിസ്ട്രാക്ഷൻ വരുമ്പോൾ അതിനെയൊക്കെ മാറ്റി വയ്ക്കുക. ഓക്കെ, ആൻഡ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൻസർ ആക്ച്വലി നിങ്ങൾക്ക് വളരെ ഒരു നല്ല ആൻസർ നിങ്ങൾക്ക് വരും. എന്നിട്ട് നിങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും എന്ന രീതിക്കാണ്. നിങ്ങൾക്ക് നല്ല അച്ചീവ്മെൻ്റ് ആയിരിക്കാം, അപ്രിസിയേഷൻ ആയിരിക്കാം, മറ്റുള്ളവരുടെ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യത്തിൽ അത്രയും നല്ല ഒരു ഫലം നിങ്ങൾക്ക് കിട്ടും എന്ന രീതിക്കുമായിരിക്കാം. ഓക്കെ, ബട്ട് യെസ്, നിങ്ങളുടെ കുറച്ച് ടെസ്റ്റും പരീക്ഷണമൊക്കെ വരും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കാര്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും നമ്മൾ പരീക്ഷണങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷേ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു തീരുമാനിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നല്ലത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതാണ്. എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.